IPLൻ്റെ ഈ സീസണിൽ അജേയരായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ടീമിനെ പിടിച്ചുകെട്ടാൻ ആർക്കാണ് ധൈര്യം എന്ന ചോദ്യത്തിന് ഉത്തരവുമായി കടന്നുവന്ന ടീമിനെ കണ്ടപ്പോൾ IPL പ്രേക്ഷകരും ക്രിക്കറ്റ് കാണികളും ഒന്നടങ്കം ഞെട്ടിത്തരിച്ചു. ആരായിരുന്നു അത്? CSKയോ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ, മുംബൈ ഇന്ത്യൻസോ? പലതവണ IPL കിരീടത്തിൽ മുത്തമിട്ട ഈ ടീമുകളായിരിക്കുമോ? എന്നാൽ ഏവരെയും പകപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ടീം മറ്റൊന്നായിരുന്നു. ഏവർക്കും സാൻഡൽവുഡ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. IPL സീസൺ 19 കുറിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിൽ വീണ്ടും ഇതാ മറ്റൊരു എപ്പിസോഡ്. സാൻഡൽവുഡ്സ് പ്രൗഡ്ലി പ്രസൻസ് മിഡ് ടോപ്പർ. IPLൻ്റെ ഈ സീസണിൽ പാതി മാച്ചുകൾ കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഏകദേശം ഓരോ ടീമിൻ്റെയും പകുതിയോളം മാച്ചുകൾ കടന്നു കഴിഞ്ഞു. അതിൽ പരസ്പരം മാറ്റുരച്ച ഒന്നോ അതിൽ കൂടുതലോ മാച്ചുകൾ വരെയുണ്ട്. ഇപ്പോൾ IPL ടേബിളിൽ ടോപ്പ് ഓർഡറിൽ നിൽക്കുന്ന പഞ്ചാബ് കിങ്സ് എന്ന ടീമിനെക്കുറിച്ചും അവരുടെ വിജയവഴികളിലും അവസാനം അവർ ആർക്കു മുന്നിലാണ് പതറിയത് എന്നതിനെക്കുറിച്ചും ഒരവലോകനം നാം ഇവിടെ നടത്തുന്നു. ഈ IPL മാമാങ്കത്തിൽ പഞ്ചാബ് കിങ്സ് ഇതുവരെയായി 8 മാച്ചുകൾ കളിച്ചു. അതിൽ 6 തവണ അവർ വിജയിച്ചു. ഒരു മാച്ച് മഴ കൊണ്ടുപോയപ്പോൾ അവസാന മാച്ചിൽ അജേയരായി തുടർന്നിരുന്ന തേരോട്ടത്തിന് രാജസ്ഥാൻ റോയൽസ് എന്ന ടീം അവരെ അടിയറ പറയിപ്പിച്ചു. 8 മത്സരങ്ങളിൽ നിന്ന് 6 വിജയത്തോടെയും ഒരു നോ റിസൾട്ടുമായി 13 പോയിൻറ്റുമായി IPL ടേബിളിൽ ഒന്നാമത് നിൽക്കുന്ന ടീമാണ് പഞ്ചാബ് കിങ്സ്. 31 മാർച്ച് ചൊവ്വാഴ്ച ചെന്നൈയിൽ വെച്ചായിരുന്നു പഞ്ചാബ് കിങ്സ് ആദ്യ മത്സരം കളിച്ചത്. എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻ. ടോസ് നേടിയ പഞ്ചാബ് ഗുജറാത്തിനെ ബാറ്റിങ്ങിന് അയച്ചു. IPLലെ 4ാമത്തെയും പഞ്ചാബ് കിങ്സിൻ്റെ ആദ്യത്തെയും മത്സരം. ബാറ്റിങ്ങിനായി നിയോഗിക്കപ്പെട്ട ഗുജറാത്ത് ടൈറ്റൻസ് ഭേദപ്പെട്ട സ്കോറായ 162 റൺസ് 6 വിക്കറ്റിന് 20 ഓവറിൽ നേടി. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബാറ്റ്സ്മാൻമാർ മാജിക്കലായി ഒന്നും തന്നെ ചെയ്യാതിരുന്ന ആ മാച്ചിൽ ഏകദേശം ഒരു ആവറേജ് പെർഫോമൻസുമായി 162 റൺസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബിന് എതിരെ 163 എന്ന ലക്ഷ്യം വെച്ച് നീട്ടി. പഞ്ചാബിന് വേണ്ടി 4 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് എടുത്ത വൈശാഖ് വിജയകുമാറായിരുന്നു ബൗളർമാരിൽ തിളങ്ങിയത്. GTക്ക് വേണ്ടി ഇമ്പാക്റ്റ് പ്ലെയറായി പ്രസീദ് കൃഷ്ണയും ഷാറുഖ് ഖാനെ പുറത്തിരുത്തിക്കൊണ്ട് പ്രസീദ് കൃഷ്ണയാണ് ബൗളിംഗ് നടത്തിയത്. 2ാം ഇന്നിങ്സിന് ഇറങ്ങിയ പഞ്ചാബ് കിങ്സ് 19.1 ഓവറിൽ 165 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ നേടി ആ മാച്ച് 3 വിക്കറ്റിന് ജയിക്കുകയായിരുന്നു. കൂപ്പർ കൊണോളി എന്ന അതിഥി താരം 44 പന്തുകളിൽ നിന്ന് 72 റൺസ് നേടി നോട്ട് ഔട്ട്. GTക്ക് വേണ്ടി ഇമ്പാക്റ്റ് പ്ലെയറായി എത്തിയ പ്രസീദ് കൃഷ്ണ ഭേദപ്പെട്ട ഒരു ബൗളിംഗ് പുറത്തെടുക്കുകയും 4 ഓവറിൽ 29 റൺസിന് 3 വിക്കറ്റുകൾ നേടുകയും ചെയ്തു. എങ്കിലും പഞ്ചാബിൻ്റെ വിജയത്തെ തടുക്കാൻ അത് മതിയായിരുന്നില്ല. അങ്ങനെ പഞ്ചാബ് ആദ്യ മത്സരം അവരുടെ കൈപ്പടിയിൽ ഒതുക്കി 2 പോയിൻറ്റുകളും നേടി. ഏപ്രിൽ 3 വെള്ളിയാഴ്ച പഞ്ചാബ് കിങ്സ് 2ാമത്തെ മത്സരത്തിനായി ചണ്ഡീഗഡിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ. വീണ്ടും ടോസ് നേടിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ചെന്നൈയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ മാന്യമായി 209 റൺസ് എന്ന സ്കോറിലെത്താൻ ചെന്നൈക്ക് കഴിഞ്ഞു. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആയുഷ് മാത്രേ എന്ന 19 വയസ്സുകാരൻ 43 പന്തിൽ 73 റൺസും 12 പന്തിൽ 32 റൺസ് എടുത്ത സർഫറാസും 27 പന്തിൽ 45 റൺസുമായി ദുബൈയും തിളങ്ങി. പഞ്ചാബ് കിങ്സിന് വേണ്ടി വൈശാഖ് വിജയകുമാർ വീണ്ടും തിളങ്ങിയപ്പോൾ 4 ഓവറിൽ 32 റൺസിന് 3 വിക്കറ്റ് എടുത്തു. കാർത്തിക് ശർമ്മയെ പുറത്തിരുത്തിക്കൊണ്ട് ദീപക് ചഹാറിനെ ഇമ്പാക്റ്റ് പ്ലെയറായി കൊണ്ടുവന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 2ാം ഇന്നിങ്സിൽ പഞ്ചാബിനെതിരെ പന്തെറിയാൻ തുടങ്ങിയപ്പോൾ അവർ കരുതിയിരുന്നില്ല പഞ്ചാബ് വീണ്ടും വിജയത്തിലേക്ക് കുതിക്കുമെന്ന്. പഞ്ചാബിൻ്റെ ഓപ്പണർ പ്രിയാൻ ഷാരിയ 11 പന്തിൽ 39 റൺസുകളാണ് അടിച്ചുകൂട്ടിയത്. പിന്നാലെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 29 ബോളിൽ 50 റൺസും കൂടിയെടുത്ത് ക്യാപ്റ്റൻ്റെ നോക്കെടുത്ത് വിജയത്തിലേക്ക് പഞ്ചാബിനെ നയിക്കുകയായിരുന്നു. IPLൻ്റെ ചരിത്രത്തിൽ 9ാം തവണയായിരുന്നു 200 റൺസിൻ്റെ ചേസിംഗ് പഞ്ചാബ് കിങ്സ് നേടുന്നത്. വിജയം കൈപ്പിടിയിൽ ഒതുക്കിയ പഞ്ചാബ് കിങ്സ് വീണ്ടും 2 പോയിൻറ്റുകൾ കൂടി നേടി 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിൻറ്റുമായി ടേബിളിൽ ഒന്നാമതെത്തി. 6 മാർച്ച് തിങ്കളാഴ്ച ഗുവാഹട്ടിയിൽ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിനെതിരെ പഞ്ചാബ് കിങ്സ് ഇറങ്ങുമ്പോൾ മഴ ദിവസമായിരുന്നു. ടോസ് നേടിയ പഞ്ചാബ് കൊൽക്കത്തയെ വീണ്ടും ബാറ്റിങ്ങിന് അയച്ചപ്പോൾ വെറും
25 റൺസ് 2 വിക്കറ്റുകൾ നഷ്ടമായി 3.4 ഓവറിലെത്തി നിൽക്കുമ്പോൾ ആ മത്സരം മഴ കാരണം ഉപേക്ഷിക്കേണ്ടി വരികയും അതിൽ നോ റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ പോയിന്റുകൾ നേടിക്കൊണ്ട് KKRഉം പഞ്ചാബും പിരിയുകയായിരുന്നു. 3 കളികൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ 5 പോയിന്റുകളുമായി IPL ടേബിളിൽ വീണ്ടും പഞ്ചാബ് തൻ്റെ ആധിപത്യം തുടരുന്നതാണ് നമ്മൾ കണ്ടത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഭാഗ്യമായിരിക്കാം അന്ന് മഴ പെയ്തതും ആ മത്സരം റിസൾട്ടില്ലാതെ പിരിഞ്ഞതും. അല്ലെങ്കിൽ വീണ്ടും ഒരു പരാജയം നേരിടേണ്ടി വന്ന കൊൽക്കത്തയ്ക്ക് അത് താങ്ങാൻ പറ്റുമായിരുന്നില്ല. ഏപ്രിൽ 11 ശനിയാഴ്ച ചണ്ഡീഗഡിൽ തങ്ങളുടെ 4ാമത്തെ മത്സരത്തിന് സൺറൈസേഴ്സ് ഹൈദരാബാദിന് എതിരിറങ്ങുമ്പോൾ വീണ്ടും ടോസ് നേടിയ ശ്രേയസ് അയ്യർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിങ്ങിന് അയച്ചു. ലോക 1-ാം നമ്പർ താരം അഭിഷേക് ശർമ്മയും ഓസ്ട്രേലിയൻ ഓപ്പണർ ട്രാവിസ് ഹെഡും ചേർന്ന് നല്ലൊരു തുടക്കമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് നൽകിയത്. തൻ്റെ മുൻനിര ബൗളർമാരെ എല്ലാം അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് ഓപ്പണിംഗ് നിരയ്ക്ക് ഇനി ആരെ ഇറക്കും പന്തെറിയാൻ എന്ന കൺഫ്യൂഷനിടയിൽ ശ്രേയസ് അയ്യർ തൻ്റെ പാർട്ട് ടൈം ബൗളറായ ശശാങ്ക് സിംഗിനെ പന്തേൽപ്പിച്ചു. ശശാങ്ക് ക്യാപ്റ്റൻ തന്നിലർപ്പിച്ച വിശ്വാസത്തിന് തെറ്റിയില്ല. 3 ഓവറിൽ 20 റൺസ് വിട്ടുകൊടുത്ത് 2 വിലപ്പെട്ട വിക്കറ്റുകൾ നേടാൻ ശശാങ്കിനായി. കത്തിക്കയറി നിൽക്കുന്ന അഭിഷേക് ശർമ്മയെ 28 ബോളിൽ 74 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ ശശാങ്ക് ഔട്ടാക്കി. അങ്ങനെ 20 ഓവർ കളി അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 219 എന്ന നല്ല ഭേദപ്പെട്ട ഒരു സ്കോറിലെത്താൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി. പാറ്റ് കമ്മിൻസിൻ്റെ അഭാവത്തിൽ ഇഷാൻ കിഷൻ്റെ നേതൃത്വത്തിലിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബൗളിംഗ് നിരയെ തച്ചുടയ്ക്കുന്നതായിരുന്നു പ്രിയാൻഷ് ആര്യ പ്രഭ്മാൻ സിംഗ് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൻ്റെ തകർത്താടുന്ന പ്രകടനം. വെറും 27 പന്തിൽ 57 റൺസ് എടുത്ത് പ്രിയാൻഷ് ആര്യയും 25 പന്തിൽ 51 റൺസുമായി പ്രഭ്മാൻ സിംഗും കളം നിറഞ്ഞാടുകയായിരുന്നു. അവർ പുറത്തായതിനു ശേഷം എത്തിയ ക്യാപ്റ്റൻ തൻ്റെ ടീമിൻ്റെ വിജയം ഉറപ്പുവരുത്തിയ ശേഷമാണ് പിൻവാങ്ങിയത്. 33 പന്തിൽ 69 റൺസുമായി തകർത്താടിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 18.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസ് എന്ന സ്കോറോടുകൂടി പഞ്ചാബ് കിങ്സിന് വിജയത്തിലെത്തിച്ചു. 6 വിക്കറ്റിൻ്റെ മതിരിക്കുന്ന വിജയവുമായി പഞ്ചാബ് കിങ്സ് IPL ടേബിളിൽ വീണ്ടും 1ാമത്. ഏപ്രിൽ 16-ാം തീയതി വ്യാഴാഴ്ച മുംബൈ ഇന്ത്യൻസിനെതിരായി പഞ്ചാബ് കിങ്സ് വീണ്ടും തങ്ങളുടെ 5ാം മത്സരം കളിക്കാനിറങ്ങി. തുടർച്ചയായി ടോസ് നേടിക്കൊണ്ടിരിക്കുന്ന പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മുംബൈ ഇന്ത്യയെ വീണ്ടും ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ക്വിൻ്റൺ ഡി കോക്ക് എന്ന മുംബൈ ഇന്ത്യൻ അതിഥി താരം തൻ്റെ വരവറിയിച്ച മത്സരമായിരുന്നു അത്. 60 പന്തുകളിൽ 112 റൺസുമായി സെഞ്ചുറി നേടിയ അദ്ദേഹവും 31 പന്തിൽ 50 റൺസ് നേടി നമൻ ധീറും 195 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ നേടിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് അവസാനിപ്പിച്ചു. പഞ്ചാബ് കിങ്സിനു വേണ്ടി അർഷദീപ് സിംഗ് 4 ഓവറിൽ 3 വിക്കറ്റുകൾ നേടി 22 റൺസ് വിട്ടുകൊടുത്തു. 196 റൺസിൻ്റെ വിജയലക്ഷ്യവുമായി മുന്നോട്ട് നീങ്ങുന്ന പഞ്ചാബ് കിങ്സ് വീണ്ടും പ്രഭ്മാൻ സിംഗ് എന്ന ഓപ്പണറുടെ ബലത്തിൽ 39 പന്തുകളിൽ നിന്ന് 80 റൺസും ക്യാപ്റ്റൻസ് നോക്കുമായി 35 പന്തുകളിൽ 66 റൺസും നേടിക്കൊണ്ട് 16.3 ഓവറിൽ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ 198 റൺസ് എന്ന ലക്ഷ്യം നേടുകയാണ്. ഈ അനായാസ വിജയത്തോടെ 7 വിക്കറ്റിൻ്റെ വിജയം കൈപ്പിടിയിലൊതുക്കിക്കൊണ്ട് പഞ്ചാബ് കിങ്സ് ടേബിളിൽ വീണ്ടും 1ാമത് തന്നെ തുടരുന്നു. ഏപ്രിൽ 19 ഞായറാഴ്ച ചണ്ഡീഗഡിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെയായിരുന്നു തങ്ങളുടെ 6ാമത്തെ മത്സരം. ഇത്തവണ ടോസ് നേടിയത് LSGയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തായിരുന്നു. ഒന്നും തന്നെ ആലോചിക്കാതെ പഞ്ചാബ് കിങ്സിനെ ബാറ്റിങ്ങിന് അയച്ചു അദ്ദേഹം. ഓപ്പണറായ പ്രഭ്മാൻ സിംഗിനെ ആദ്യമേ നഷ്ടപ്പെട്ടു എങ്കിലും പിന്നെ കണ്ടത് റൺ മഴയായിരുന്നു. LSGയുടെ ബൗളർമാരെ തലങ്ങും വിലങ്ങും തച്ചൊടിച്ചുകൊണ്ട് 37 പന്തുകളിൽ നിന്ന് 93 റൺസ് നേടി പ്രിയാൻഷ് ആര്യയും 46 പന്തുകളിൽ നിന്ന് 87 റൺസുമായി കൂപ്പർ കൊണോളിയും അഴിഞ്ഞാടിയപ്പോൾ ഈ IPL സീസണിൽ ഇതുവരെ പിറന്ന ഏറ്റവും വലിയ സ്കോറായ 7 വിക്കറ്റിന് 254 റൺസ് എന്ന സ്കോറിൽ പഞ്ചാബ് കിങ്സ് തങ്ങളുടെ ബാറ്റിംഗ് അവസാനിപ്പിച്ചു. LSGയുടെ ഒരു ബൗളറെയും നിലം തൊട്ടിക്കാതെയായിരുന്നു പഞ്ചാബ് കിങ്സിൻ്റെ ബാറ്റ്സ്മാൻമാരുടെ അഴിഞ്ഞാട്ട്. 255 എന്ന ചലഞ്ചിങ് ചേസിംഗ് സ്കോർ നേടുന്നതിനായി ഋഷഭ് പന്തും സംഘവും ആദ്യമേ ഒന്നുലഞ്ഞാടുകയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാത്തത് കൊണ്ടോ എന്തോ ബദോനിയെ ഓപ്പണിങ്ങിൽ മിച്ചൽ മാർഷിൻ്റെ കൂടെ അയച്ച് ഋഷഭ് പന്ത് ഒരു പരീക്ഷണം നടത്തി. ഏറെക്കുറെ അത് വിജയിച്ചു എങ്കിലും
തകർന്നടിഞ്ഞ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരും പഞ്ചാബ് കിങ്സിൻ്റെ ബൗളർമാർ അവരെ തച്ചുടയ്ക്കുകയും കൂടി ചെയ്തപ്പോൾ 20 ഓവറിൽ 5 വിക്കറ്റിന് വെറും 200 റൺസിൽ തങ്ങളുടെ രണ്ടാം ഇന്നിംഗ്സ് അവസാനിപ്പിക്കാനായിരുന്നു LSGക്ക് വിധി. 54 റൺസിൻ്റെ കൂറ്റൻ വിജയവുമായി പഞ്ചാബ് കിങ്സ് തങ്ങളുടെ 5ാം വിജയവും കുറിച്ചു. ടേബിളിൽ ഒന്നാമതായി തുടരുക തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഏപ്രിൽ 25 ശനിയാഴ്ച ചണ്ഡീഗഡിൽ ഡൽഹി ക്യാപിറ്റൽസ് എതിരാളികളായി പഞ്ചാബ് കിങ്സ് തങ്ങളുടെ 7ാം മത്സരത്തിനിറങ്ങി. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ ടോസ് നേടുകയും ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. പിന്നെ കണ്ടത് ബാറ്റിംഗ് തേർവാഴ്ച. IPL ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറായ 67 ബോളിലെ 152 റൺസ് അടിച്ചുകൂട്ടി KL രാഹുലും മറുവശത്ത് 44 ബോളുകളിൽ 91 റൺസ് നേടിയ നിതീഷ് റാണയും ചേർന്നപ്പോൾ 20 ഓവറിൽ വെറും 2 വിക്കറ്റിന് 264 റൺസ് പിറന്നു. ഈ IPL സീസണിലെ ഏറ്റവും ഉയർന്ന സ്കോർ. പഞ്ചാബ് കിങ്സിൻ്റെ ബൗളർമാർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നതായിരുന്നു വാസ്തവം. 265 റൺസ് എന്ന കൂറ്റൻ സ്കോർ ലക്ഷ്യമാക്കി ചേസിങ്ങിനിറങ്ങിയ പഞ്ചാബ് കിങ്സിന് തെറ്റിയില്ല. ഇരുവശത്തുമായി പഞ്ചാബിൻ്റെ ഓപ്പണേഴ്സ് ആഞ്ഞടിച്ചു. 17 ബോളിൽ 43 റൺസ് നേടിയ പ്രിയാൻഷ് ആര്യയും 26 പന്തിൽ 76 റൺസ് നേടിയ പ്രഭ്മാൻ സിംഗും പവർ പ്ലേയിൽ തന്നെ 100-ന് മുന്നിൽ കടന്ന പഞ്ചാബിന് പിന്നെ തിരിഞ്ഞു നിൽക്കേണ്ടി വന്നില്ല. ഓപ്പണർമാരെ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീടെത്തിയ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് കളിക്കുകയായിരുന്നു. വളരെ കരുതലോടെയുള്ള ഒരു ഇന്നിങ്സ്. തൻ്റെ ടീമിനെ വിജയത്തിലെത്തിക്കാൻ അദ്ദേഹം കുറിച്ചത് 71 റൺസ്. അങ്ങനെ 265 റണ്ണിൻ്റെ ലക്ഷ്യം 4 വിക്കറ്റ് നഷ്ടത്തിൽ 18.5 ഓവറിൽ നേടിയ പഞ്ചാബ് കിങ്സ് ഏറ്റവും വലിയ ചേസിംഗാണ് IPL ഹിസ്റ്ററിയിൽ നടത്തിയത്. വിജയം 6 വിക്കറ്റിന്. ഇത്രയും ഉയർന്ന ഒരു സ്കോർ നേടിയിട്ട് പോലും ഡൽഹിക്ക് വിജയിക്കാൻ പറ്റാത്തതിൽ നിന്നും പഞ്ചാബ് കിങ്സിൻ്റെ ബാറ്റിങ്ങിൻ്റെ ആഴം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ടേബിളിലെ ടോപ്പ് സ്പോട്ട് വിട്ടുകൊടുക്കാതെ പഞ്ചാബ് കിങ്സ്. ഈ IPL സീസണിൽ പഞ്ചാബ് കിങ്സിൻ്റെ അജയ്യരായുള്ള മുന്നേറ്റത്തിന് കടിഞ്ഞാണുന്നെന്ന് ആരായിരിക്കും? IPL കിരീടത്തിൽ പലതവണ മുത്തമിട്ട ചെന്നൈ സൂപ്പർ കിങ്സോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ മുംബൈ ഇന്ത്യൻസോ? IPL കാണികളും ക്രിക്കറ്റ് പ്രേമികളും ഒരേപോലെ ചോദിക്കുന്ന ഒരു ചോദ്യം. എന്നാൽ ആ ദിവസം സമാഗതമായിരിക്കുന്നു. ഏപ്രിൽ 28 ചൊവ്വാഴ്ച ചണ്ഡീഗഡിൽ രാജസ്ഥാൻ വേഴ്സസ് പഞ്ചാബ് കിങ്സ്. പഞ്ചാബ് തങ്ങളുടെ 8ാം മത്സരത്തിനിറങ്ങി. കുട്ടി ക്രിക്കറ്റിലെ ഏറ്റവും കുട്ടിയായ വൈഭവ് സൂര്യവംശിയും സംഘവും, മറുപുറത്ത് അജയ്യരായ പഞ്ചാബ് കിങ്സ്. രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ റയാൻ പരാഗ് ടോസ് നേടുകയും പഞ്ചാബിനെ ബാറ്റിങ്ങിന് അയക്കുകയും ചെയ്യുന്നു. 200-ൽ കുറഞ്ഞ ഒരു സ്കോറും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന രീതിയിലായിരുന്നു പഞ്ചാബിൻ്റെ ബാറ്റ്. പഞ്ചാബിൻ്റെ ഓപ്പണേഴ്സും മധ്യനിരയിൽ മാർക്കസ് സ്റ്റോയിനിസ് 22 ബോളിൽ 62 തൂക്കിയെറിഞ്ഞപ്പോൾ പഞ്ചാബ് വീണ്ടും 222 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ നേടുകയായിരുന്നു. ഏവരും ഉറപ്പിച്ചു പഞ്ചാബിൻ്റെ വിജയം. കാരണം 200-ന് മുന്നിൽ മറ്റൊരു സ്കോർ കൂടി. എന്നാൽ കുട്ടി ക്രിക്കറ്റിൻ്റെ ഇതിഹാസമായി മാറാൻ പോകുന്ന വൈഭവ് സൂര്യവംശിയും സംഘവും ഇടിത്തീ പോലെ പഞ്ചാബിന് മുന്നിൽ. 16 പന്തുകളിൽ 43 റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയും ഹാഫ് സെഞ്ചുറികളോടെ ജയ്സ്വാളും ഫെറേറയും പഞ്ചാബ് കിങ്സിൻ്റെ മുൻനിര ബാറ്റ്സ്മാൻമാരും സ്പിന്നേഴ്സുമെല്ലാം ഒരുപോലെ തളർന്ന മത്സരം. അങ്ങനെ പഞ്ചാബ് കിങ്സ് അടിയറവ് പറഞ്ഞു രാജസ്ഥാൻ റോയൽസ് എന്ന റോയൽസിനോട് തന്നെ. 19.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസ് നേടിയാണ് രാജസ്ഥാൻ റോയൽസ് ചേസിംഗ് അവസാനിപ്പിച്ചത്. 6 വിക്കറ്റിൻ്റെ ആധികാരിക വിജയം. പഞ്ചാബ് കിങ്സിൻ്റെ പതനവും. പഞ്ചാബിൻ്റെ അജയ്യതയെ അവിടെ വെച്ച് രാജസ്ഥാൻ റോയൽസ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. പഞ്ചാബിന് കളികൾ ഇനിയുമുണ്ട്. ഇപ്പോഴും അവർ ടേബിളിൽ ടോപ്പിൽ തന്നെയാണ്. അങ്ങനെ ആ പരാജയത്തിന് ശേഷം 8 മത്സരങ്ങളിൽ നിന്ന് 13 പോയിൻറ്റുമായി ഇപ്പോഴും പഞ്ചാബ് കിങ്സ് ടേബിളിൽ മുന്നിൽ തന്നെ. പഞ്ചാബിൻ്റെ കഴിഞ്ഞ 8 മത്സരങ്ങളുടെ ഒരു വീക്ഷണമാണ് ഞങ്ങൾ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പഞ്ചാബ് എത്ര ആധികാരികതയോടു കൂടിയാണ് ഒരു ടീം എന്ന കെട്ടുറപ്പോടു കൂടി മുന്നോട്ട് നീങ്ങി വിജയങ്ങൾ വരിച്ചത് എന്ന്. IPL തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഒരു എപ്പിസോഡ് അവതരിപ്പിച്ചിരുന്നു, വൈസ് ക്യാപ്റ്റൻസ്, ബുദ്ധിമാന്മാരായ ക്യാപ്റ്റൻസ്. ഇതിൽ ഒരു നിസ്സംശയമില്ലാതെ നമുക്ക് പറയാവുന്നതാണ് ശ്രേയസ് അയ്യർ
ഒരു ബുദ്ധിമാനായ ക്യാപ്റ്റനാണ്. സ്വന്തം ഫോമും ക്യാപ്റ്റൻസിയും ഒരുപോലെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു നല്ല ക്യാപ്റ്റൻ, ശാന്തനായ ക്യാപ്റ്റൻ. മത്സരങ്ങൾ ഇനിയുമുണ്ട്. എതിർ ടീമുകളെ അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ച് നേരിടുന്നതിനും അതായത് ഡയറക്റ്റ് ആൻഡ് റിവേഴ്സ് പ്ലേസ്. പഞ്ചാബിന് ഇതുവരെ ഒരു റിവേഴ്സ് കളിയും ഉണ്ടായിട്ടില്ല. ഇനിയുള്ളതെല്ലാം പഞ്ചാബിന് റിവേഴ്സ് കളികളായിരിക്കും. എതിരാളികളെ വീണ്ടും ഏറ്റുമുട്ടുന്ന ആരംഗം. അതിനായി കാത്തിരിക്കാം. ഇതുവരെയുള്ള പോയിന്റിലെ പഞ്ചാബിൻ്റെ തേരോട്ടമിതാ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിലിവിടെ.